മോദിയും അമിത്ഷായും അടങ്ങുന്ന കൂട്ടത്തെ പോലും പേടിക്കാത്തൊരു കേന്ദ്രമന്ത്രിയുണ്ട് ഇതേ മന്ത്രിസഭയിൽ. രാഹുലിനോടൊപ്പം ചേർന്ന് ബജറ്റിനെതിരെ യുദ്ധം ചെയ്യുകയാണിപ്പോൾ അദ്ദേഹം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദി തയ്യാറാക്കിയ പ്രകടന പത്രികയെ പോലും കീറിയെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പുതിയൊരു പ്രകടന പത്രിക തന്റെ മണ്ഡലത്തിൽ ഇറക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ ശേഷമാണിപ്പോൾ ഇദ്ദേഹം വീണ്ടും നിർമ്മലാ സീതാരാമൻ പുറത്തിറക്കിയ ബജറ്റിനെതിരെ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നത്. പറഞ്ഞു വരുന്നത് നിതിൻ ഗഡ്കരിയെ കുറിച്ചാണ്. ബജറ്റിൽ നിർമ്മലാ സീതാരാമനും മോദിക്കുമെതിരെ യുദ്ധം ചെയ്യാനാണ് നിതിൻ ഗഡ്കരിയും രാഹുലും തുനിഞ്ഞിറങ്ങുന്നത്. ആരോഗ്യ ഇൻഷുറൻസിന് 18% GST ഏർപ്പെടുത്തിയതിൽ ആദ്യം എതിർത്ത് രംഗത്ത് വന്നതും ഇതേ കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരി തന്നെയാണ്. ഇപ്പോഴിതാ ഇതേ വിഷയത്തിൽ പ്രതിപക്ഷ നിരയായ ഇന്ത്യ മുന്നണിയെ ഒപ്പം കൂട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവായ രാഹുൽ മുന്നിൽ നിന്ന് ധർണ നയിക്കുകയാണ്. അതും പാർലമെന്റ് പരിസരത്ത് തന്നെയാണ്. നികുതി ഭീകരത അവസാനിപ്പിക്കൂ എന്ന പ്ലക്കാർഡോട് കൂടിയാണ് MP-മാരുടെ പ്രതിഷേധം. ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളിൽ പ്രീമിയത്തിന്മേൽ 3 വർഷത്തിനിടയ്ക്ക് GST ആയി ഈടാക്കിയത് 21,255 കോടി രൂപയാണെന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ ലോക്സഭയിൽ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർലമെന്റ് പരിസരത്ത് രാഹുലും പ്രതിപക്ഷ MP-മാരും ധർണ നടത്തുന്നത്. ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഇത് സംസ്ഥാനങ്ങളും കേന്ദ്രവും ഭാഗമായ GST കൗൺസിലിന്റെ പരിധിയിലുള്ള കാര്യമാണ് എന്നാണ് ധനമന്ത്രാലയത്തിന്റെ വാദം. അതായത് തങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല, അല്ലെങ്കിൽ തൽക്കാലം 18% GST ഒഴിവാക്കില്ല, അത്ര തന്നെ. ലൈഫ് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിന് 18% GST ചുമത്തുക എന്നത് ബജറ്റിലെ പ്രഖ്യാപനമാണ്. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അപകടങ്ങളിൽ സംരക്ഷണം ഉറപ്പാക്കാനാണ് ഇൻഷുറൻസ് എന്നിരിക്കെ 18% GST നികുതി ചുമത്തിയത് LICയുടെ വളർച്ചയെ തന്നെ ബാധിക്കുകയാണ്. ഇതേ വിഷയത്തെ ചൂണ്ടിക്കാണിച്ച് നാഗ്പൂർ ഡിവിഷണൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയന്റെ മെമ്മോറാണ്ടത്തെ തുടർന്നാണ് നിതിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമന് കത്തയച്ചുകൊണ്ട് തന്റെ എതിർപ്പ് ആദ്യം തന്നെ അറിയിച്ചത്. ഇവിടെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് GST ചുമത്തുന്നത് ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങൾക്ക് നികുതി ചുമത്തുന്നതിന് തുല്യമാണ് എന്നാണ് ഗഡ്കരി വ്യക്തമാക്കിയത്. ലൈഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയങ്ങളുടെ GST 12% കുറയ്ക്കണമെന്നാണ് ഈ മേഖലയിലുള്ളവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ 2 മേഖലകളിലും GST പൂർണ്ണമായും നീക്കം ചെയ്യണമെന്നാണ് നിതിൻ ഗഡ്കരിയുടെ ആവശ്യം എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ LIC പ്രീമിയത്തിന് GST ഇല്ലായിരുന്നു. അവിടേക്കാണ് നിർമ്മല പെട്ടിയും തൂക്കി ഇറങ്ങിയത് എന്നോർക്കണം.